قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. السلام عليكم ورحمة الله. അല്ലയോ സത്യവിശ്വാസികളെ, ഞാൻ നിങ്ങളുമായി ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വിഷയം രോഗവും വിശ്വാസവും തമ്മിൽ സംബന്ധിച്ചാകുന്നു. ഏതാനും ചില ഹദീസുകൾ കൊണ്ട് മാത്രം ഞാൻ സംസാരിച്ച് എൻ്റെ വിഷയം അവസാനിപ്പിക്കാം. അന്ന ആയിഷത അന്നഹാ സഅലത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിത്തഊനി ഫഅഖ്ബറഹാ അന്നഹു കാന അസാബൻ ഫജഅലഹു റഹ്മത്തൻ ലിൽ മുഅ്മിനീൻ. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ പ്ലാഗ് രോഗത്തെ സംബന്ധിച്ച് ചോദിച്ചു. അപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതൊരു ശിക്ഷയായിരുന്നു, എന്നാൽ വിശ്വാസികൾക്ക് അതൊരു അനുഗ്രഹമായി അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്നു. മറ്റൊരു റിവായത്ത് കൂടി നാം ശ്രദ്ധിക്കുക. അന്ന അനസിൻ ഖാല സമിഅതു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇന്നല്ലാഹ അസ്സ വജല്ല قال إذا ابتليت عبدي بحبيبتيه فصبر أبغضته منهما الجنة. അനസ് റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം ചെയ്യുന്നു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറയുന്നതായി ഞാൻ കേട്ടു. നിശ്ചയം അല്ലാഹു പറയുന്നു, ഞാൻ എൻ്റെ ഒരു ദാസനെ അവൻ്റെ 2 കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെടുത്തി പരീക്ഷിച്ചു. അവൻ ക്ഷമിച്ചാൽ അവ 2 കണ്ണിന് പകരമായി അവന് സ്വർഗം നൽകുന്നതാണ്. മറ്റൊരു ഹദീസ് കൂടി നാം ശ്രദ്ധിക്കുക. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ യുസീബുൽ മുസ്ലിം മിൻ നസബിൻ വലാ സബ്ബിൻ വലാ ഹമ്മിൻ വലാ ഹുദിൻ വലാ അസ്ൻ വലാ ഗമ്മിൻ ഹത്താ ശൗകത യുശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി, ഒരു വിശ്വാസിക്ക് ക്ഷീണമോ തളർച്ചയോ രോഗമോ മാനസിക ദുഃഖമോ വല്ല ഉപദ്രവമോ അല്ലെങ്കിൽ കാലിന് തറച്ച ഒരു മുള്ളു കാരണം വേദനയോ അനുഭവിക്കേണ്ടി വരുന്ന പക്ഷം അത് കാരണം അവന്റെ പാപങ്ങളിൽ നിന്ന് അല്ലാഹു തആല പുറത്തു കൊടുക്കാതിരിക്കുകയില്ല എന്ന്. ഈ 3 ഹദീസുകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഒരു രോഗം ഒരു നാടിൽ പിടിപെടുകയാണെങ്കിൽ ആ പിടിപെടുന്ന രോഗം വിശ്വാസികളെ സംബന്ധിച്ച് അതൊരനുഗ്രഹമായി തീരുന്നു. കാരണം അത് അല്ലാഹുവിങ്കൽ അവൻ ക്ഷമിക്കുകയും അത് മാത്രമല്ല അവൻ പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാം തവക്കുൽ അല്ലാഹുവിനു വേണ്ടി ആക്കി തീർക്കുകയും ചെയ്യുമ്പോൾ അല്ലാഹുവാണ് രോഗം നൽകിയിരിക്കുന്നത്. ഈ രോഗത്തെ അവൻ തന്നെ ശമനം നൽകുമെന്ന് വിശ്വാസവും ഉറപ്പും അവനിൽ ഉണ്ടാകുന്നതോടുകൂടി അവൻ മരണപ്പെടുകയാണെങ്കിൽ നാളെ പരലോകത്ത് വെച്ച് അല്ലാഹു തആല അവന് സ്വർഗം നൽകുമെന്നാണ് ഈ ഹദീസ് കൊണ്ട് മനസ്സിലാക്കുന്നത്. എന്നാൽ ഒരു അവിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ ചെവിതികൾ അവന്റെ അവിശ്വാസത്തിന്റെ കാഠിന്യത്തെക്കുറിച്ച് പടച്ചതമ്പുരാൻ അവന് നൽകിയിരിക്കുന്ന ശിക്ഷയുമാകുന്നു എന്നാകുന്നു ഈ ഹദീസുകൾ കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി ഒരു വിശ്വാസിയെ സംബന്ധിച്ച് രോഗിയെ സന്ദർശിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാകുന്നു. അത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് ഈ രീതിയിലാകുന്നു. ഇന്നല്ലാഹ യഖൂലു യൗമൽ ഖിയാമത്തി യാ ഇബ്ന ആദം മരിൽതു ഫലം തഅദുനി ഖാല യാ റബ്ബി കൈഫ അഊദക വ അൻത റബ്ബുൽ ആലമീൻ قال ما علمت أن عبدي فلانا مرض فلم تعده أما علمت أنك لو عدته لوجدتني عنده. മുസ്ലിം നിവേദനം ചെയ്തിരിക്കുന്ന ഒരു ഹദീസാകുന്നു. അല്ലാഹു തആല പറയുകയാണ്,
പറഞ്ഞതായിക്കൊണ്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നമ്മെ അറിയിച്ചിരിക്കുന്നത്. നിശ്ചയം അന്ത്യദിനത്തിൽ അല്ലാഹു പറയും, അല്ലയോ മനുഷ്യ, ഞാൻ രോഗിയായിട്ട് നീ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ അല്ലാഹു തആല പറയും, അവൻ പറയും, എൻ്റെ നാഥ, നീ ലോകരക്ഷിതാവായിരിക്കെ ഞാൻ എങ്ങനെയാണ് നിന്നെ സന്ദർശിക്കുക? അള്ളാഹുവിനോട് അവൻ മനുഷ്യൻ തിരിച്ചു ചോദിക്കുന്ന ചോദ്യമാണ്, എൻ്റെ നാഥ, നീ ലോകരക്ഷിതാവായിരിക്കെ ഞാൻ എങ്ങനെയാണ് നിന്നെ സന്ദർശിക്കുക? അള്ളാഹു പറയും, എൻ്റെ ഒരു ദാസൻ രോഗിയായി നീ അറിഞ്ഞു, എന്നിട്ട് നീ അവനെ സന്ദർശിച്ചില്ല. നീ അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ നിനക്ക് എന്നെ അവിടെ വെച്ച് കാണാമായിരുന്നു എന്ന് നിനക്കറിയാമായിരുന്നില്ലേ എന്ന് അല്ലാഹു തആല ചോദിക്കുന്നതാണ്. അപ്പോൾ രോഗിയായ ആളുകളെ നമ്മൾ സന്ദർശിക്കണമെന്നാണ് ഇതോടുകൂടി നാം മനസ്സിലാക്കുന്നത്. ഇതിൽ രോഗിയായ ആളുകൾ എങ്ങനെയാണ്? അവന്റെ വിശ്വാസപ്രകാരം അള്ളാഹുവിൽ നിന്നാണ് രോഗം ഉണ്ടാകുന്നതും അവനിൽ നിന്നാണ് ശമനം നാം പ്രതീക്ഷിക്കുന്നതും അവനിലേക്ക് തന്നെ മടക്കപ്പെടുന്നതും അവൻ തന്നെയാകുന്നു നമുക്ക് രോഗം ശമനം നൽകിക്കൊണ്ട് അവനോട് തന്നെയാണ് നാം പ്രാർത്ഥന അർപ്പിക്കുന്നതും. അങ്ങനെ ആ ഒരു മുസ്ലിം വിശ്വസിച്ചുകൊണ്ട് അവൻ മരിക്കുകയാണെങ്കിൽ അവന് സ്വർഗത്തിൽ പരലോകത്ത് സ്വർഗം നൽകിക്കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമെന്നാണ് ഈ ഹദീസ് കൊണ്ട് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത്. അള്ളാഹു നമ്മെ അത്തരക്കാരുടെ കൂട്ടത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിരാമമിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.